ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഹാമലിൻ പട്ടണത്തിലെ എലിശല്യം അവസാനിപ്പിക്കാൻ എലിപിടുത്തക്കാരനെന്ന് അവകാശപ്പെടുന്ന ഒരു പൈപ്പർ ബഹുവർണ്ണ വസ്ത്രം ധരിച്ച് മേയർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും എലികളെ ഇല്ലാതാക്കിയാൽ പണം നൽകാമെന്ന് മേയർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. കുഴലൂത്തുകാരൻ തന്റെ പൈപ്പ് വായിച്ച് എലികളെ വശത്താക്കുകയും അവരെ പുഴയിൽ മുക്കിക്കൊല്ലുകയും ചെയ്യുന്നു. വാഗ്ദാനം ചെയ്തതുപോലെ ഈ സേവനത്തിന് പണം നൽകാൻ വിസമ്മതിച്ചപ്പോൾ അയാൾ തന്റെ പൈപ്പിന്റെ മാന്ത്രിക ശക്തി കുട്ടികളിൽ പ്രയോഗിച്ചുകൊണ്ട് പ്രതികാരം ചെയ്യുന്നു. ഈ പൈഡ് പൈപ്പർ ജർമ്മനിയിലെ മധ്യകാലഘട്ടത്തിലെ ഒരു ഇതിഹാസ കഥാപാത്ര സൃഷ്ടിയാണ്. പിന്നീട് റോബർട്ട് ബ്രൌണിംഗ് പൈഡ് പൈപ്പർ ഓഫ് ഹാംലിൻ എന്ന പേരിൽ കവിത എഴുതുകയുണ്ടായി. വാസ്തവത്തിൽ രോഗാവസ്ഥയിൽ ആശുപത്രി കിടക്കയിൽ കഴിയുന്ന തന്റെ സുഹൃത്തിന്റെ മകനു വേണ്ടിയാണ് മാജിക്കും ഹ്യൂമറും മിസ്റ്ററിയുമൊക്കെ ചേർന്ന് ബ്രൌണിംഗ് ഈ കവിത എഴുതിയത് എന്ന് പറയപ്പെടുന്നു. കവിതയിലെ അവസാന വരി പ്രകാരമാണ്: സോ വില്ലി ലെറ്റ് യു ആൻഡ് മീ ബി വൈപ്പേഴ്സ് of scores out with all men, especially pipers, and whether they rid us from rats or mice, if we have promised them aught, let's keep our promise. വില്ലി എന്നായിരുന്നു രോഗിയായ ആ കുട്ടിയുടെ പേര്. ബ്രൌണിംഗ് ആ കുട്ടിക്ക് കവിതയിലൂടെ കഥ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ചത് ലെറ്റ് us keep our promise, നമുക്ക് വാഗ്ദാനങ്ങൾ നിറവേറ്റാം, പറഞ്ഞ വാക്കിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കാം എന്നായിരുന്നു. മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 11ാം അധ്യായം ഈ വാചകത്തിലൂന്നിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് നാടും നാട്ടുകാരും ഒന്നിച്ചിറങ്ങേണ്ട സമയമാണിത് എന്ന ബോധ്യം ഏതാണ്ട് ഒക്കെ നമുക്ക് കൈവന്നിട്ടുണ്ട്. സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ തുടരുന്നതായി എക്സൈസ് മന്ത്രി MP രാജേഷ് കഴിഞ്ഞ ദിവസവും നിയമസഭയിൽ പറയുകയുണ്ടായി. ലഹരി ബോധവൽക്കരണത്തോടൊപ്പം തന്നെ കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അധ്യാപകരെ ശാക്തീകരിക്കുന്നതിനും ധാരാളം പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പമ്മ റിസോഴ്സ് ഗ്രൂപ്പായി രക്ഷിതാക്കളുടെ കൂട്ടായ്മ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തി: കണ്ടെത്തുക, അറിയിക്കുക, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുക. ഇങ്ങനെ 3 ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രൈമറി, സെക്കൻഡറി തലങ്ങളിലെ എല്ലാ അധ്യാപകർക്കും അവധിക്കാല പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. അധ്യാപകർ മുഖേന കുട്ടികളെ ശാക്തീകരിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതുപോലെ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കാനും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനുമായിട്ട് ക്ലാസ് എക്സൈസ് വകുപ്പുമായിട്ട് ചേർന്ന് സ്കൂളിൽ പ്രഹാരി ക്ലബ്ബ്, ചിൽഡ്രൻസ് ക്ലബ്ബ്, ആന്റി നാർക്കോട്ടിക് ക്ലബ്ബ് എന്നിവ രൂപീകരിക്കുകയും ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്തു. ഇത് മാത്രം പോരാ എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട് അധികാരികളോട്. ലഹരി കേസുകളിൽ പിടിക്കപ്പെടുന്നവർക്ക് ശിക്ഷ ഉറപ്പാക്കാനും നടപടിയുണ്ടാകണം. ചെറിയ തോതിൽ ലഹരി പിടികൂടുന്ന കേസുകളിൽ ശിക്ഷാനിരക്ക് 98% എന്നാണ് കേരളത്തിൽ നിന്നുള്ള കണക്ക് പറയുന്നത്. ഇത്തരം കേസുകളിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും പിന്നീട് കോടതിയിൽ 800 രൂപ പിഴയടച്ചു പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ശിക്ഷയായിട്ടാണ് കണക്കാക്കുക. ഇടത്തരം തോതിലും വൻതോതിലും ലഹരി പിടികൂടുന്ന സംഭവങ്ങളിൽ സാക്ഷികളെ കൂറുമാറ്റുന്നതും കോടതിയിൽ തെളിവുകളുടെ അഭാവവും ഉണ്ടാകുന്നതോടെ കേസുകൾ അട്ടിമറിക്കപ്പെടുന്നു. നോക്കൂ, നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട കണക്കിങ്ങനെയാണ്. കമേഴ്ഷ്യൽ കേസാണെങ്കിൽ 20 കിലോയിലേറെ, അത് കഞ്ചാവാണെങ്കിലും ഹാഷിഷ് ഓയിലാണെങ്കിൽ 1 കിലോയിലേറെ, MDMA ആണെങ്കിൽ 5 ഗ്രാമിലേറെ. ഇത് പിടിച്ചാൽ 180 ദിവസം വരെ ജാമ്യമില്ലാത്ത വകുപ്പാണ്. ഇടത്തരം ലഹരി കേസ് പറയുന്നത് കഞ്ചാവാണെങ്കിൽ 1 മുതൽ 20 കിലോ, ഹാഷിഷ് ഓയിലാണെങ്കിൽ 100 ഗ്രാം അല്ലെങ്കിൽ 1 കിലോഗ്രാം, MDMA ആണെങ്കിൽ 0.2 ഗ്രാമിൽ നിന്ന് 5 ഗ്രാം വരെ. ഇത് പിടിച്ചാൽ 60 ദിവസം വരെ ജാമ്യമില്ലാതെ അകത്ത് കിടക്കും. ചെറിയ കേസെന്ന് പറയുന്നത് കഞ്ചാവ് 1 കിലോയിൽ താഴെ, MDMA 0.2 ഗ്രാം വരെ. പിടികൂടിയാൽ സ്റ്റേഷൻ ജാമ്യത്തിലാണ്. അതായത് ഇടത്തരം ലഹരി കേസോ കമേഴ്ഷ്യൽ കേസോ ഒക്കെ പിന്നീട് ചെറിയ കേസുകളായിട്ട് മാറുന്നത് എങ്ങനെ എന്നുകൂടി അന്വേഷിക്കേണ്ടി വരും. ലഹരി വസ്തുക്കൾ വിൽപ്പനയ്ക്കെത്തിച്ച കമേഴ്ഷ്യൽ കേസുകളിൽ ശിക്ഷാനിരക്ക് 80% വരെയാണ്. ഈ കേസുകളിലെ പ്രതികളാണ് വൻകിട ലഹരി മാഫിയയുടെ കണ്ണികൾ. കടുത്ത ശിക്ഷ കൂടി ഉണ്ടെങ്കിലേ ഈ വിപത്തിനെ നമുക്ക് ശക്തമായി പ്രതിരോധിക്കാനാവൂ. നന്മ കൽപ്പിക്കലും തിന്മ തടയലും സമൂഹത്തിൽ ആരെങ്കിലുമൊക്കെ നിർവഹിച്ചാൽ മതി എന്ന ധാരണ ഇപ്പോഴും വച്ചു പുലർത്തുന്നവരുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ കൈകൊണ്ട് അതിനെ നീക്കണം. അതിന് സാധ്യമല്ലെങ്കിൽ നാവുകൊണ്ട്, അതിനും സാധ്യമല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും. ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ് അതെന്നാണ്. തിന്മ കൽപ്പിക്കാനും നന്മ വിരോധിക്കാനും ഒരു വ്യക്തിക്ക് സാധ്യമാകാതെ വരുമ്പോൾ മാത്രമാണ് സമൂഹത്തിന്റെ ബാധ്യതയിലേക്ക് അത് നീങ്ങുന്നത്. സമൂഹം അതിൽ ഉപേക്ഷ വരുത്തിയാൽ അതിന്റെ പേരിൽ സമൂഹത്തിലെ എല്ലാവരും കുറ്റക്കാരായി മാറും. നോക്കൂ, ഇന്നത് സമൂഹത്തിന്റെ ഒരു ബാധ്യതയാണ്.
ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലോകത്തിലെ ഏതാണ്ട് 40ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വേൾഡ് KMCC ലഹരിക്കെതിരെ ശക്തമായ പ്രതിരോധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വേൾഡ് KMCCയുടെ ജനറൽ സെക്രട്ടറി പുത്തൂർ റഹ്മാൻ പറയുന്നു, കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തെ ഭയാനകമായി ബാധിച്ചിരിക്കുന്ന ലഹരി വിപത്തിനെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കാനുള്ള ജനങ്ങളോടുള്ള ഒരു ആഹ്വാനമാണ്. ഇതിന്റെ ആദ്യപടിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സ്കൂൾ PTA, സാമൂഹ്യ പ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കൾ, പോലീസുകാർ, മതനേതാക്കൾ, മാധ്യമ പ്രവർത്തകർ, യുവാക്കൾ എന്നിവയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തുകൾ തോറും വിജിലൻസ് കോഡുകൾക്ക് രൂപം നൽകുക എന്നതാണ്. ഏറ്റവും ഫലപ്രദമായി പ്രവർത്തിക്കുന്ന മികച്ച വിജിലൻസ് കോഡിന് വേൾഡ് KMCCയുടെ ഒരു ക്യാഷ് അവാർഡ് ഞങ്ങൾ സമ്മാനിക്കും. അതുപോലെ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് ഡി ആക്ഷൻ സെന്ററുകൾ സ്ഥാപിക്കാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മയക്കുമരുന്ന് വിപണനത്തിനെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും നല്ല ദൃശ്യചിത്രം, റീലുകള്, മറ്റ് സോഷ്യൽ മീഡിയ കണ്ടന്റ്സ്, പരിപാടികൾ എന്നിവയ്ക്കൊക്കെ വേൾഡ് KMCC പ്രത്യേകം സമ്മാനങ്ങൾ നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. നോക്കൂ, പൈഡ് പൈപ്പർ ഓഫ് ഹാംലിൻ റോബർട്ട് ബ്രൌണിങ്ങിന്റെ കവിത ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും. എലിയെ ഇല്ലാതാക്കിയെന്നറിഞ്ഞപ്പോൾ ഹാംലിൻ നഗരത്തെ ജനങ്ങൾ തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാൻ വീതിയിലിറങ്ങി നൃത്തം ചെയ്യാൻ തുടങ്ങി. പൈഡ് പൈപ്പർ നേരെ മേയറുടെ ഓഫീസിലെത്തി തന്റെ പ്രതിഫലം ആവശ്യപ്പെട്ടു. അപ്പോൾ മേയർ 1000 സ്വർണ്ണ നാണയമോ, എലിയെ കൊന്നതിന് 1000 സ്വർണ്ണ നാണയമോ എന്ന് പരിഹസിച്ചു. ഒരു 40 എണ്ണം തരാം, അത് വാങ്ങി പൊയ്ക്കൊള്ളൂ എന്ന് അയാളെ പരിഹസിച്ച് തിരിച്ചയക്കാൻ ശ്രമിച്ചു. പൈഡ് പൈപ്പർ ഒന്നും ശബ്ദിക്കാതെ തലതാഴ്ത്തി അവിടെ നിന്നും ഇറങ്ങിപ്പോയി. പിറ്റേ ദിവസം ഹാംലിൻ നഗരത്തിലെ മുതിർന്നവർ ദേവാലയത്തിൽ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പൈഡ് പൈപ്പർ നഗരത്തിൽ വീണ്ടും പ്രത്യക്ഷനായി. തന്റെ പൈപ്പിൽ നിന്ന് മറ്റൊരു ഗാനം ആലപിച്ചു. വീടുകളിൽ ഉറങ്ങിക്കിടന്ന കുട്ടികളെല്ലാം ചാടി എഴുന്നേറ്റ് ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിക്കൂടി. പൈഡ് പൈപ്പർ ശ്രുതിമധുരമായി ഗാനം ആലപിച്ചു. മുമ്പോട്ട് നീങ്ങി. കുട്ടികളും അയാളെ അനുഗമിച്ചു. അവർ ഒരു മലയിലേക്കാണ് പോകുന്നത്. അയാൾ വീണ്ടും ഗാനമാലപിച്ചു. അപ്പോൾ മലയുടെ മുകൾ ഭാഗം രണ്ടായി തുറന്നു. പൈപ്പിൽ നിന്ന് ശ്രുതിമധുരമായി ഗാനം പുറപ്പെട്ടുകൊണ്ടിരുന്നു. മലയുടെ പിളർപ്പിലേക്ക് അയാൾ ഇറങ്ങി. കുട്ടികളും അയാളെ അനുഗമിച്ചു. സാവധാനം മല പഴയ നിലയിലേക്ക് വന്നു കഴിഞ്ഞു. കുട്ടികൾക്കൊപ്പം എത്താൻ കഴിയാത്ത മുടന്തുള്ള ഒരു കുട്ടി വിവരമറിയിക്കാൻ ദേവാലയത്തിലെത്തി. മാതാപിതാക്കൾ സംഭവം അറിഞ്ഞ് അലമുറയിട്ട് കുട്ടികൾ അപ്രത്യക്ഷമായ മലമുകളിലേക്ക് ഓടി. തൂമ്പയും മറ്റും ഉപയോഗിച്ച് അവർ മണ്ണിളക്കി മാറ്റിയെങ്കിലും ഒരു അടയാളവും ലഭിച്ചില്ല. തോരാത്ത കണ്ണീരുമായി കഴിഞ്ഞ നഗരവാസികൾ പഴയ നിലയിലേക്കെത്താൻ വർഷങ്ങൾ വേണ്ടിവന്നു. കുട്ടികളെക്കുറിച്ച് നീറുന്ന ഓർമ്മയുമായി അവർ കാലം കഴിച്ചു. ഇതാണ് കവിത. നോക്കൂ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ കുടലൂത്തുകാർ ലഹരി വിൽക്കുന്നവരാണ്. അവർ നമ്മുടെ കുട്ടികളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. കുട്ടികൾ അവർക്ക് പിന്നാലെ പോകുന്നു. തോരാത്ത കണ്ണീരുമായി കഴിയണോ, അതോ തിന്മയ്ക്കെതിരെ നമ്മുടെ വാഗ്ദാനം നിറവേറ്റും എന്ന് പ്രതിജ്ഞയെടുക്കുന്നതാണോ? റോബർട്ട് ബ്രൌണിംഗ് വില്ലി എന്ന കുട്ടിയോട് പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ വരി, ലെറ്റ് us keep our promise.